രേണു സുധിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ റീസൺ ആക്ച്വലി ഇതിനകത്തുള്ള ഒരു വിഷയം, അതായത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പകരം അതിൻ്റെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ പറ്റി ഒന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. രേണു സുധിയുടെ കുറേയധികം പേക്കൂത്തുകൾ നമ്മളിങ്ങനെ ഫേസ്ബുക്കിലാണ് ഇത് കൂടുതൽ വരിക. ബാക്കി ഉള്ളതിലൊക്കെ എനിക്ക് അത്രയും കുറച്ച് കിട്ടണം. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്തില്ല, അമ്മാതിരി കൊണ്ടുവന്ന് റീൽസ് ആയിട്ട് ഈ രേണു സുധിയുടെ തന്നെ ഇടും. ഇപ്പം നമ്മൾ റീൽസ് മാത്രം ചെക്ക് ചെയ്യുന്നവർക്കൊന്നല്ല, ഫേസ്ബുക്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്താൽ തന്നെ ഈ റീൽസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറി വരും. യൂട്യൂബിലൊക്കെ ആ ഓപ്ഷൻസ് വേറെയാണ്. സ്ക്രോൾ ചെയ്തിട്ട് ഇത് കണ്ടാൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് അറിയിച്ചാൽ പോയിക്കോളും, പിന്നെ നമുക്ക് കാണേണ്ടി വരത്തില്ല. ഫേസ്ബുക്ക് ഇത്തിരി പ്രശ്നം തന്നെയാണ്. ഏതായാലും ഇതിങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്നത് കൊണ്ട് തന്നെ ഒരു അലുത്തുപൊക്ക് എന്ന് പറയും, അതായത് മടുത്തു പോയ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ആസ്പദമായ ഒരു അവരുടെ ഒരു റീല് ഒന്ന് കാണാം. ഇതാണ് വൈഫാണ് എൻ്റെ, നിവിത എന്നാണ് പേര്. ഞാൻ അമ്മു എന്നാണ് വിളിക്കുക. കുറെ വിവാദങ്ങൾ ഇപ്പോ ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട്, ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ പറയുന്നുണ്ട്. കാരണം ഞാൻ മൂപ്പനെ ഒഴിവാക്കി നടക്കാൻ ലെവലിൽ തന്നെ ഇതാ എന്റെ മോളാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ദൈവം സഹായിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്, ഫാമിലി എല്ലാ ആൾക്കാരും അല്ലേ? അതെ, നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചോണ്ടിരിക്കുക, വാ ചേച്ചി ഒരു ദിവസം വായോ എന്ന് പറഞ്ഞ അച്ഛനമ്മയും വിളിച്ച് സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചു. ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു നല്ലൊരു കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ട് പോയോ? അങ്ങനെ ഒന്നുമില്ല ഗൈസ്, ഞങ്ങള് ലവ് മാരേജ് ആണ്. ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്, സന്തോഷത്തോടെ എപ്പോഴും ഒരു വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലെ? അതാണ് നമ്മുടെ സന്തോഷം. എന്റെ സ്വന്തം അനിയൻ, എന്റെ സ്വന്തം അനിയത്തി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ അമ്മു കൊച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിടം വരെ നീ വിവാഹം കഴിച്ചോന്ന് പോലും ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ കുഞ്ഞൊക്കെ ഉണ്ട്, ഐ മീൻ ഒത്തിരി വലുതല്ല, അവന്റെ ഒരു ഏജ് ലെവലിൽ നോക്കുമ്പോൾ തീരെ ചെറിയ പയ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് കൂടെ ചിന്തിക്കാം. നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ആക്ച്വലി കമന്റ്സ് കാണുമ്പോൾ കുറേയൊക്കെ ചിന്തിക്കാനുമുണ്ട്, എന്നാൽ അതിലുപരി ചെറിയ കാര്യങ്ങളും ഉണ്ട്. ദിലീപിന്റെ കുടുംബത്തിൽ കാവ്യ കയറി വന്നതുപോലെ ആകരുത് എന്ന് പറഞ്ഞതെല്ലാം ഒരിക്കലും തിരുത്തി പറയാൻ ഇടവരാതിരിക്കട്ടെ. ഭർത്താവിന്റെ ആണ്ട് ദിവസം നല്ല പരിപാടി, ഡാൻസ്, പാട്ട്, പിന്നെ വിവാദ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയ സമയം. ഇത്തിരി ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇതുപോലെ ഒരു കുടുംബത്തിൽ കയറിയതാണ്, ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. ആ പോയിന്റാണ് സ്പെസിഫിക്കലി. ഇതുപോലെ ഒരു കുടുംബത്തിൽ കയറിയത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? രേണു സുധിയെ പറ്റി സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, അവരും സുധിയുമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് രേണുവുമായിട്ട് ഇവൻ അടുപ്പമുണ്ടാകുന്നത്, സുധിക്ക് അടുപ്പമുണ്ടാകുന്നത്. ആ ബന്ധം അവർ അറിയുന്നു, അതിലാണ് അവർക്ക് പിണങ്ങി പോകേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസും ഒരുപാട് ചർച്ചകളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ വന്ന ചർച്ചകളിലൊക്കെ തന്നെ രേണു വന്നിരുന്നുണ്ട് വായ്ത്താൾ അടിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് നടക്കുന്നതെന്ന് പറയുന്നു. അതേസമയത്ത് നാലിയാമ്പുഴിയിലുള്ള ഒരു പാസ്റ്റർ ബിനുവിനെ പറ്റി ചോദിക്കാൻ വല്ലാണ്ട് വയലന്റ് ആകുന്നു. ഞാൻ ഒരാളെ മാത്രമേ വിവാഹം കഴിച്ചുള്ളൂ എന്ന് അടിച്ചു പറയുന്നു. എന്നാൽ പാസ്റ്ററിന്റെ ഡീറ്റെയിലും എടുത്തുകൊണ്ട് നാട്ടുകാരൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്ന് പൊതുസമൂഹം പറയുന്ന ലെവലിലേക്ക് ഇത് കൊണ്ടെത്തിച്ചതും രേണു തന്നെയാണ്. ഏതോ ഒരു ക്യാമറമാനെ സ്വന്തമായിട്ട് വെച്ചിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായിട്ട് അവൾ നിൽക്കുന്ന നടക്കുന്ന ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് ഇടുകയാണ് പതിവ്. അതിൽ കൂടെയാണ് ഇങ്ങനെ ഒരു പ്രശ്നമായത്. ഈ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പയ്യനെ കണ്ട ഒരു പാവം, അതിനേക്കാൾ ആ കുട്ടി ഒരു അമ്പോറ്റി കൊച്ചും തന്നെയാണ്, ഒരു തർക്കവും ഇല്ല. ആ വിവാഹ ബന്ധം തകരാൻ ഇത് ധാരാളമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ആക്ച്വലി ഈ പയ്യൻ കുറച്ച് വൈറലാകാൻ വേണ്ടി ചെയ്യുന്നൊരു ചെയ്താണ്. അവന് അവസരങ്ങൾ കിട്ടാൻ അവൻ മനസ്സിലാക്കുന്ന, അവൻ കാണുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കാണുകയാണെങ്കിൽ നീ കാണാൻ ഭയങ്കര സൂപ്പറാണ്. ആൻഡ് ആറ്റിറ്റ്യൂഡ്, നിന്റെ ഒരു വേ ഓഫ് അഭിനയം ഒക്കെ സൂപ്പറാണ്. ഈ പെണ്ണിൻ്റെ കൂടെ വന്ന് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിൽ പോയി പെട്ട് ഉള്ള ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തലയിൽ തൂങ്ങുന്ന കേസാണ്. അതിൻ്റെ തെളിവാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു പെണ്ണ് പറഞ്ഞൊരു കാര്യം. അവൾക്കിത് നിസ്സാരമായിരിക്കാം, കാരണം നാണം കെട്ട് പണം ഉണ്ടാക്കി നാണക്കേട പണം തീർക്കുന്ന ഒരു ടോണാണ് രേണുവിനുള്ളത്. എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ആരൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും ഞാൻ ചങ്കുറപ്പോട് കൂടി വീണ്ടും നെഞ്ചിരിച്ച് അടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനെ അനാവശ്യമായിട്ടുള്ള സദാചാരവാദമെന്ന് പറയരുത്. വിവാഹം കഴിഞ്ഞു, വിവാഹത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുന്നു, ആ ഭർത്താവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ സഹതാപം ഏറ്റുവാങ്ങുന്നു, അതിൽ വീട് വയ്ക്കുന്നു, അതിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള ജോബ് ഓഫർ ചെയ്യുന്നു. അത് പറ്റത്തില്ല, എനിക്ക് കലയാണ് മുഖ്യം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരുടെ ഉദ്ദേശശുദ്ധി എല്ലാവരും ചോദ്യം ചെയ്യും. അത്രയേ ഉള്ളൂ. ആ ഒരു വിഷയമാണ് എല്ലാവരും വീണ്ടും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ രേണുവിനോട് ആർക്കും പേഴ്സണലി ശത്രുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു വാശി പോലെ നമുക്ക് തോന്നും. അത് ജാസ്മിൻ അറിയാമല്ലോ, ബിഗ് ബോസിലെ ജാസ്മിനും അങ്ങനെയാണ്. ആരോടുള്ള വാശിപ്പുറത്ത് സ്വന്തം ജീവിതം കൊണ്ടുവന്ന് താറുമാറാകുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ പൊന്നു ചേർക്ക, ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതിരിക്കുക. നല്ലൊരു കുട്ടി, നല്ല കുടുംബം, ആ പെൺകുട്ടി നെഞ്ചിൻ്റെ പുറത്ത് ഇതൊക്കെ പറയുന്നു എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഫേസ് സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി തീർത്തും ഒരു രീതിയിലും ഇത് അക്സെപ്റ്റ് ചെയ്യുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല. അവൾക്ക് നിർബന്ധിതമായി താനുണ്ട് എന്ന്, തൻ്റെ പ്രസൻസ് അവിടെ വേണം എന്ന് നിർബന്ധമായി കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും ഇത് കൂടുതൽ വൾഗറാക്കി വഷളാക്കാതെ അങ്ങ് മാറി നിൽക്കുന്നതിന് സേഫ് എന്ന് തോന്നുന്നു.
ഈ നമ്മൾ വർക്കേഴ്സിന് കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കൂടുതൽ സഹകരിക്കും, അവരുമായിട്ടിരിക്കും. ഈ വാരിക്കൊടുപ്പ്, വാരിയൂട്ട്, മുലയൂട്ടൽ, അത്യാവശ്യം എടുത്ത് തുള്ളൽ, ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തും. അലൻ ജോസ് പെരേര എടുത്ത് കറക്കുമ്പോൾ അവൾക്ക് അവിടെ കാണാൻ കുത്തിയിരുന്നാൽ പോരെ, ഓടി നിന്റെ നെഞ്ചിലേക്ക് വരുന്ന ആ ഒരു വരവ് ആകെ മൊത്തത്തിൽ സ്വല്പമല്ല, ഇച്ചിരി കൂടുതൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിനക്കൊന്നും ഉണ്ടാവില്ല, കാരണം എൻ്റെ ഒത്ത ഡേ നീ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവിടെ അപ്പുറത്ത് അങ്ങനെ ഒരു സ്പേസ് എംറ്റിയാണ്. അപ്പോൾ ഒരു അല്പം മാറി നിൽക്കുന്നത് അവനവൻ്റെ സേഫ്റ്റിക്ക് നല്ലതാണ്. ഇനിയിപ്പോൾ ഇല്ല, ഇതിൽ കൂടെ കിട്ടുന്ന ഒരു റീച്ചാണ് ഉദ്ദേശമെങ്കിൽ ഗോ ഓൺ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, എന്തെങ്കിലും രീതിയിൽ നിനക്കൊരു നല്ല സൗഹൃദമുണ്ടെങ്കിൽ നീ കാരണം ആ പെണ്ണിന് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാകാൻ കാരണമാകരുത്. ഈ ചീത്തപ്പേരുണ്ടാക്കുക എന്ന് പറയുമ്പോൾ പിന്നീട് ഒന്നിക്കാനുള്ള ഐഡിയ ആകരുത് എന്നുള്ളത് കൊണ്ടാണ് കമൻസും കൂടെ വായിച്ചത്. അതിനകത്ത് വ്യക്തമായിട്ട് ആളുകൾ പറയുന്നുണ്ട്, ദിലീപാണോ കാവ്യ മാധവനാണോ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ഇതുണ്ടോ എന്നൊക്കെ. കുറച്ചുകൂടെ വായിക്കാം. വീട്ടിലേക്ക് വരാൻ പറഞ്ഞുവെങ്കിൽ തീർന്നു. ദിലീപിന്റെ കുടുംബത്തിലേക്ക് കാവ്യ മഞ്ജു വാര്യർ ക്ഷണിച്ചതാണ്. മഞ്ജു ഇപ്പോൾ തനിയായിപ്പോയത്. പിന്നെ സുധിയെ മറ്റൊരു ഭാര്യയിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. രേണു എന്നൊരു വിവാദം കൂടി കേൾക്കുന്നുണ്ട്. സ്വന്തം സഹോദരി സഹോദരൻ എന്നൊക്കെ ഉള്ളവർ പോലും വഴിതെറ്റുന്ന ഒരു വഴിതെറ്റുന്നു. പിന്നെയാണ് ഈ വിശുദ്ധർ. എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതി, മാറ്റി പറയാൻ ഇടവരുന്നത്. നീ ഇത്രയും നല്ല പെണ്ണിനെ രേണുവായി കൂട്ടുകൂടി നശിപ്പിക്കരുത്. സത്യം കാണാൻ നല്ല ചന്തമുള്ള നല്ല കുട്ടി, സന്തോഷമായിട്ടിരിക്കും മക്കളെ. നല്ല അനുഗ്രഹമുണ്ട് ഷീബ പറയുന്നത്. എപ്പോഴും ഇത് തന്നെ പറയണം, ലാസ്റ്റ് കരയാൻ ഇടവരാതിരിക്കട്ടെ, എല്ലാം നല്ലതിന്. ഒന്നും പറയാനായില്ല, ഒന്നും പറയാറില്ല. ആ പെണ്ണിനറിയാം നിങ്ങൾ സന്തോഷത്തിലാണോ അല്ലയോ എന്ന്. അവൾ വീട്ടിൽ വരുമ്പോൾ എല്ലാ മൂക്കിനും മൂലയ്ക്കും CCTV ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെ മാമം എടുത്തു വെച്ചേക്കണം, കിളിവായിലേക്ക് ഉരുട്ടി വെച്ച് കൊടുക്കാൻ. എടി പെണ്ണെ, ഈ നാമം പറഞ്ഞൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. അതായത് ആ പെൺകുട്ടിയോട് പറയുന്നതാണ്. ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് നീ മോങ്ങിക്കൊണ്ട് വരരുതെന്ന്. അത് നമ്മൾ തന്നെ കാണുമല്ലോ. ഇവനോ രേണ സനയുടെ സ്വന്തം അനുജനോ ഈ പെണ്ണിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചുകൊണ്ട് രണ്ടാളും പരസ്പരം ഭക്ഷണം വാരി കൊടുക്കുന്ന വീഡിയോ കണ്ടു. അത് സത്യമാണ്. അത് കണ്ടപ്പോൾ സത്യം ഫീലിംഗ് ഒരു ലോഡ് പുച്ഛം. ആരെയാണോ വെല്ലുവിളിക്കുന്നതെന്ന് അറിയത്തില്ല. പൊതുസമൂഹത്തിനായിരിക്കും വെല്ലുവിളിക്കുന്നത്. പൊതുസമൂഹം കാണട്ടെ, കുരുപൊട്ടട്ടെ എന്നാണ്. ഇത് കുരുക്കളല്ല, ഒരു ഫോം പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ചിലർ പറയുന്നത് പിന്നീട് അത് സത്യമാകാറുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഇടപഴകൽ അത് പ്രശ്നത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ജീവിച്ച് തീർക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫിൽ ജീവിക്കാം, മറ്റൊരു കുടുംബം നശിപ്പിക്കരുതെന്നുള്ള ഉൾനോക്കം കൊണ്ട് മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പേര് എന്നെ പൊങ്കാലയിടാൻ വരണ്ട. കണ്ടാൽ നമ്മൾ പറയും. കാരണം നമ്മുടെ പണി റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അതിനോ ഒത്തിരി പേര് വന്നിട്ട് പറയാനുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ശത്രുക്കൾക്ക് നല്ലൊരു വടിയാണ് രേണു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കണ്ടത് പറയുക എന്നുള്ളതാണ്. ഇത് ബാധിക്കപ്പെടുന്നത് ഒരുപാട് പേരുണ്ട്. കുറച്ചടങ്ങിയാൽ നല്ലത് തന്നെ. നന്നായി സിനിമ ചെയ്യുന്നുണ്ട് ആരും ഒന്നും പറയത്തില്ല, നന്നായി ഇതുപോലെ റീൽസ് ചെയ്യുന്നുണ്ടും ആരും ഒന്നും പറയത്തില്ല. ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ വൾഗറാണ്. അത് തന്നെ തുടരെ ഇത് എടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ ഒരുപാട് പേര്, സന്തോഷ് പണ്ഡിറ്റൊക്കെ നിൻ്റെ ലെവലാണ്, ആ ലെവലിൽ ചെയ്യുന്ന ആൾ തന്നെയാണ് നീ. പക്ഷേ ആ ഒരു പബ്ലിസിറ്റിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ആരുടെയും ജീവിതവും തകർത്ത് എനിക്കറിയത്തില്ല. അയാൾ ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റി കിട്ടിയാൽ നല്ലതെന്ന് എൻ്റെ അടുത്ത് ആരാ പറഞ്ഞു തന്നെ. അവിടെയാണ് ഇത് തിരുത്തി പറയേണ്ട ഒരു ആവശ്യഘട്ടമുള്ളതും അത് പറയുന്നത്. നന്ദി.